ചേമ്പവിയൽ, കൂട്ടി ചേർത്ത ചേമ്പവിയൽ. തക്കാളിയും ചേമ്പും കൂടി ഒരു അവിയൽ വയ്ക്കും. അതായത് തക്കാളി, കപ്പങ്ങ ഇതെല്ലാം കൂട്ടി ചേർത്ത് വയ്ക്കുന്ന ഒരു അവിയലാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഈ ചേമ്പ് തനിച്ച് ഒരു കൂട്ടി ചേർത്ത അവിയലാണ്. പെരളനായിട്ട് നല്ല രസകരമായിട്ടൊരു വിഭവമാണ്. ചേമ്പ് നീളത്തിൽ അരിഞ്ഞു വെച്ചതാണിത്. അതിൻ്റെ ചേരുവകൾ: നാളികേരം, ഉള്ളി, അല്പം മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലി. ഇത് നരച്ചെടുക്കണം. അത്ര നൈസായിട്ട് അരയ്ക്കണ്ട, കാരണം പെരളനാണ് ഇന്ന് വയ്ക്കുന്നത്. പെരളനാവുമ്പോൾ ഒരു തരം കട്ടാവിയലെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് അത്രത്തോളം നൈസാക്കണ്ട. ഇനി വെള്ളത്തിൽ വയ്ക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നൈസായിട്ട് കുറച്ച് വെള്ളത്തോടു കൂടി അരച്ചെടുക്കാം. ഇന്നത്തെ നമ്മുടെ പരിപാടി ചേമ്പവിയലാണ്. കൂട്ടി ചേർത്ത ചേമ്പവിയൽ, പെരളൻ. അരപ്പ് അരച്ചെടുത്താണത്. ഇതാണ് അതിൻ്റെ പരിപാടി. ഇനി ഈ ചേമ്പിൻ്റെ കഷ്ണത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാനായിട്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് ഇടണം. വേണ്ടത്ര ഉപ്പ് ചേർക്കണം. നേരത്തെ ചേർത്തിട്ടില്ല. പിന്നെ കുറച്ച് വെള്ളത്തിൽ അത് കുഴച്ച് പിടിപ്പിക്കണം. നന്നായിട്ട് പരട്ടണം. വെള്ളം എല്ലാ കഷ്ണത്തിലും പരട്ടണം. ചേമ്പ് ചൊറിയുന്നൊരൈറ്റമാണ് ചിലർക്ക് ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ കയ്യിലല്പം വെളിച്ചെണ്ണ പുരട്ടിയാൽ മതി. അപ്പോൾ കുറഞ്ഞ് കിട്ടും. പരത്തുന്നതിനും ചേമ്പ് എടുക്കുന്നതിന് മുമ്പ് തന്നെ വെളിച്ചെണ്ണ കയ്യിൽ പരട്ടണം. നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത്, കാരണം ചേമ്പൊന്ന് വേണമല്ലോ, അതിനാണ് വെള്ളം. ഇങ്ങനെ പുരട്ടി നേരെ നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം. അത് അടുപ്പത്ത് വെച്ച് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. കാരണം ഓരോ ചേമ്പിൻ്റെ വേവും ഓരോ തരത്തിലാണ്. അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. എന്നിട്ട് വേവ് അനുസരിച്ച് ബാക്കി പരിപാടി. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ ഒന്ന് വറ്റി വെന്തിട്ടുണ്ട്. വേവായി നമുക്ക് ഒന്ന് ഉടച്ച് നോക്കിയാൽ മതി. ഇനി നമുക്കിത് പുളി പിഴിഞ്ഞ് നോക്കണം. ഇത് സാധാരണ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി എടുത്തിട്ട് വെള്ളത്തിൽ കലക്കി പിഴിഞ്ഞെടുത്താണ്. നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് പുളി ഒഴിക്കും. നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. പുളി ഒഴിച്ചാൽ ഒന്ന് തിളക്കണം. വെള്ളമൊക്കെ വറ്റി അതിലില്ല. നമ്മൾ പെരളനായിട്ട് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ഇത് അവസാനത്തെ ചേരുവയാണിത്. ഇതിലാണ് അതിൻ്റെ ആ ടേസ്റ്റ് പൂർണ്ണമായിട്ട് കുറച്ച് കേട്ടത്. അത് കഴിഞ്ഞാൽ കറിയൊക്കെ മറിച്ചിടാം. അധികം ഇളക്കണ്ട, കാരണം കഷ്ണമൊക്കെ പൊടിഞ്ഞു പോകും. ഇപ്പോൾ ഏകദേശം നല്ല ചേമ്പാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഏതായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചോറുണ്ട്, നല്ല വെള്ളമാരി വന്നിട്ട് കൊള്ളാം. പെരളൻ അവിയൽ കൂട്ടി ചേർത്തത്. നമുക്ക് ചാളയൊന്നും വേണമെന്നില്ല കേട്ടോ. ചേമ്പ് മാത്രം ഉണ്ടെങ്കിൽ നല്ലൊരു വിഭവം ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് വച്ച് നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വിഭവവുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.